കേച്ചേരിയിലെ രാജീവ് ഗാന്ധി ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം കഴിഞ്ഞിട്ടും കേച്ചേരിയിലെ രാജീവ് ഗാന്ധി ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കാത്തതിലും മണലി ചെറുകുന്നിൽ പഞ്ചായത്ത് അനുമതിയോടെ നടക്കുന്ന അനധികൃത മണ്ണ് ഖനനത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡിനായി പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയതിനുശേഷം ഒരു പതിറ്റാണ്ടിലേറെയായി അടഞ്ഞുകിടക്കുന്നതുമൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് പഞ്ചായത്തിന് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. മണലി ചെറുകുന്നിൽ പഞ്ചായത്ത് നൽകിയ ബിൽഡിംഗ് പെർമിറ്റും പ്ലോട്ട് ഡെവലപ്മെന്റ് പെർമിറ്റും ഉപയോഗിച്ചാണ് അനധികൃത മണ്ണ് ഖനനം നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കുന്നതിൽ പഞ്ചായത്തിന്റെ ഗുരുതരമായ അനാസ്ഥയുണ്ടെന്നും അനധികൃത മണ്ണെടുപ്പിന് അനുമതി നൽകിയതുവഴി വൻ അഴിമതിയാണ് നടന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിനും വിജിലൻസിനും ഉൾപ്പെടെ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. കേച്ചേരി സെന്ററിൽ നടന്ന സായാഹ്ന ധർണ AACC അംഗവും മുൻ MLA-യുമായ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമാണ് ഈ പറയുന്ന അവണൂരിൽ നിന്നും ചൂണ്ടലിലേക്ക് വരാനെടുക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കൺമുമ്പിൽ തന്നെ കാണാൻ കഴിയുന്ന വലിയ ബ്ലോക്കാണ് ഈ പ്രദേശത്ത് പൂർണ്ണമായിട്ടുള്ളത്. ഈ ആംബുലൻസിൽ ഒന്നുകിൽ ആംബുലൻസിൽ പോകണം, അല്ലെങ്കിൽ ആംബുലൻസ് പോകണം ഈ വഴിയിലൂടെ യാത്ര. അതാണ് ഈ റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, പാവറട്ടി ബ്ലോക്ക് ഭാരവാഹികളായ P മാധവൻ, MA സുബൈർ, MM ഷംസുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോപോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. KA ധർമ്മരാജൻ, TOCB, CT ജെയിംസ്, ഹരിദാസൻ, റംല മജീദ്, MM ഹാറൂൺ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി.